ചാലിയാർ കുടുംബാരോഗ്യത്തിലെ HMCയിലേക്ക് 3 വളണ്ടിയർമാരെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സഹിൽ അക്കമ്പാടം 17 നടന്ന ബോർഡ് യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും കൊടുത്തുവിട്ട ലിസ്റ്റിലാണ് അംഗീകാരം കൊടുത്തിട്ടുള്ളതെന്നും സഹിൽ അക്കമ്പാടം പറഞ്ഞു. 17-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്നുകൊണ്ടെടുത്തിട്ടുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. കാരണം പഞ്ചായത്തിന് കീഴിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് 3 വളണ്ടിയർമാരെ തീരുമാനിച്ചത് UDFിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് തീരുമാനമെടുത്തത്. ഈ തീരുമാനം സാധൂകരണമില്ല എന്നുള്ളത് പഞ്ചായത്ത് രാജ് ആക്ട് 2010 ആക്ട് പ്രകാരം ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവരന്ന് ബോർഡ് കൈക്കൊണ്ട തീരുമാനം. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചായത്തിൽ 3 വളണ്ടിയർമാരെ തീരുമാനിക്കുമ്പോൾ ഏകാഭിപ്രായത്തോടു കൂടിയിട്ടായിരിക്കണം ഭരണസമിതി ഈ 3 വളണ്ടിയർമാരെ തീരുമാനിക്കാൻ. എന്നാൽ ഏകാഭിപ്രായത്തോടു കൂടിയിട്ടല്ല അവിടെ തീരുമാനിച്ചത്. വിദഗ്ധരായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകളെ ഈ പഞ്ചായത്തിൽ താമസക്കാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് പകരം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരമാണ് ഈ 3 വളണ്ടിയർമാരെയും തീരുമാനിച്ചത്. ഇത് ചട്ടവിരുദ്ധമാണ്. ഇത് ഐക്യകണ്ഠേനയുള്ള തീരുമാനമല്ല. ഇതിന് പ്രതിപക്ഷാംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ കാറ്റിൽ പറത്തി ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ രാഷ്ട്രീയവൽക്കരണത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പഞ്ചായത്ത് ബോർഡ് ഐക്യകണ്ഠേനയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പഞ്ചായത്ത് പരിധിയിലെ ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ അഭിപ്രായം സ്വരൂപിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ചട്ടവിരുദ്ധമായി പഞ്ചായത്ത് രാജ് നിയമങ്ങളെ ഭൂരിപക്ഷത്തിന്റെ മറവിൽ മറികടക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി മുന്നോട്ടു പോകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ, ഓംബുഡ്സ്മാൻ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകും. ചാലിയാർ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് മുൻ ഭരണസമിതിക്കുള്ളത്. ചട്ടവിരുദ്ധ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്നും സഹിൽ അകമ്പാടം പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.